ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം എപ്പോഴും വലിയ ആവേശമുണ്ടാക്കും. അത് ഒരു ക്രിക്കറ്റ് എന്നതിനപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു മത്സരം എന്ന രീതിയിലാണ് ക്രിക്കറ്റ് ആരാധകരും എല്ലാം തന്നെ കാണുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥയെ തുടർന്ന് മുതിർന്ന ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളിക്കേണ്ട എന്നുള്ളൊരു അഭിപ്രായമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് ഏകദിനം 2020 ടെസ്റ്റ് പരമ്പരകൾ ഓൾറെഡി ഇപ്പോൾ കളിക്കാറില്ല കുറേ വർഷങ്ങളായി. ICC ടൂർണമെൻറ്റും ഏഷ്യ കപ്പും മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതുകൂടി വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു സാർ? ബോംബെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കായിക സൗഹൃദം തകർന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. അതിക്ക് മുന്നേ ആവേശകരമായിട്ടുള്ള മത്സരങ്ങളുടെ വേദിയായിട്ടാണ് നമ്മുടെ ക്രിക്കറ്റ് മത്സരങ്ങളെല്ലാം മാറിയിരുന്നത്. നമുക്കറിയാം എന്ത് രസകരമായിട്ടുള്ളതാണ് അത് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കായിക മത്സരത്തിനേക്കാൾ ഉപരി രണ്ട് സ്പിരിറ്റ് തമ്മിലുള്ള, ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറയുന്നതായിട്ടുള്ള സ്പിരിറ്റ് തമ്മിലുള്ള ഒരു മത്സരമായിട്ടാണ് അത് കണക്കാക്കപ്പെട്ടിരുന്നത്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് അതിൽ വളരെ ശക്തമായിരുന്നു. പക്ഷേ കുറേ നാളുകളായിട്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് എന്ന് പറയുന്നത് ബോംബെ ഭീകരാക്രമണത്തിന് തന്നെയാണ്. കാരണം ബോധപൂർവം പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം നൽകി ഇന്ത്യയിലെത്തിച്ച് ഇന്ത്യയെ നശിപ്പിക്കുന്ന, ഇന്ത്യയെ ആക്രമിക്കുന്ന ഒരു സംഭവത്തിൽ പാകിസ്ഥാൻ നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഗൗരവമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കാർ കടുത്ത ശത്രുതയിൽ പാകിസ്ഥാൻകാരോട് പെരുമാറാനായിട്ട് തുടങ്ങുന്നൊരു കാലമാണ്. അപ്പോൾ നിങ്ങൾ കളിക്കാൻ പോയാൽ എന്ത് ചെയ്യും? കളി എന്ന് പറഞ്ഞ ഒരു കായിക അഭ്യാസ പ്രകടനമാണ്. ശരി, അത് രസകരമായിട്ടുള്ളൊരു മത്സരമാണ്, ആരോഗ്യകരമായിട്ടുള്ള മത്സരമാണ്. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രാഷ്ട്രീയമായിട്ട് ഈ ശത്രുതയിൽ നിൽക്കുന്ന രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ കളിക്കാൻ തുടങ്ങിയാൽ ആ കളിയും കയ്യാങ്കളിയിലെത്തും. കാരണം കുറേ കഴിയുന്ന സമയത്ത് അത് ആ രീതിയിലേക്ക് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടത് വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് 2020യും അതേപോലെ തന്നെ പല ടെസ്റ്റ് സീരീസുകളൊക്കെ ഉപേക്ഷിക്കാനെടുത്ത് ഏകദിനങ്ങളും. പിന്നെ അവസാനം അവശേഷിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നതായിട്ടുള്ള വിഷയം എന്ന് പറയും അല്ലേ? ICC ടൂർണമെൻറ്റ് ഏഷ്യ കപ്പാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. കാരണം ഈ ഏഷ്യ കപ്പിലൊക്കെ ആകെ പ്രമുഖമായിട്ടുള്ള രണ്ട് ടീം എന്ന് പറയുകയാണെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയും. ലോകകപ്പ് പോലെയല്ല ശരിക്കും. അപ്പോൾ ഇതിൽ ഇവർ രണ്ടുപേരും പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ ഏഷ്യ കപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുന്നതായിരിക്കും ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് അതിന് വലിയ മത്സര സാധ്യതയോ പ്രദർശന സാധ്യതയോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു ബിസിനസ് എന്ന നിലക്ക് വൻ പരാജയമായി തീരാൻ സാധ്യതയാണ്. അത് ഉപേക്ഷിക്കപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നേരത്തെ നിൽക്കുന്ന ആ സംഘർഷഭരിതമായിട്ടുള്ള അവസ്ഥ കൂടുതൽ സംഘർഷാത്മകമാകുകയാണ് ഈ പഹൽഗാമിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം സംഭവിച്ചൊരു കാര്യം. അതുകൊണ്ടാണ് ക്രിക്കറ്റ് നേതൃത്വം, പ്രത്യേകിച്ച് ഗാംഗുലി പോലുള്ള ആളുകൾ ഇനി ശരിയാകാനുള്ള സാധ്യത കുറവാണ്, അതുകൊണ്ട് വേണ്ട എന്ന് പറയാനായിട്ടുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗാംഗുലിയോ ക്രിക്കറ്റ് കളിക്കാരോ മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരും പറയുന്നത് ഇനി വേണ്ട, അമ്മരായിട്ടൊരു കളിയും വേണ്ട, അവരെ ശരിപ്പെടുത്തു എന്നുള്ള ലൈനിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു പ്രത്യേകതയാണ്. ഈ നാഷണൽ സ്പിരിറ്റ് എന്ന് പറയുന്നത് പഹൽഗാമിൽ മരിച്ചവരെന്ന് പറയുന്നത് നമ്മളുടെ സഹോദരന്മാരാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു സങ്കല്പത്തിൻ്റെ പുറത്താണ്. ഇന്ത്യയിലുള്ള എല്ലാവരും നമ്മളുടെ സഹോദരന്മാരാണ് എന്ന് നമ്മൾ ഈ അസംബ്ലിയിൽ പോയിട്ട് പ്രതിജ്ഞ എടുക്കൽ മാത്രമല്ല, ഒരു നാഷണലിസ്റ്റ് സ്പിരിറ്റ് നമ്മളെ, ദേശീയബോധം നമ്മളെ ശക്തമായിട്ടുള്ള രീതിയിൽ ഉണർത്തി നിർത്തുന്ന സമയത്ത് നമ്മൾ പറയും അവൻ എൻ്റെ രക്തത്തിൻ്റെ ഭാഗമാണ്. അവനെ കശാപ്പിച്ചവരുടെ ഒപ്പം ഒരു കാരണവശാലും ഒരു കൂട്ടിനും ഒരു കളിക്കും ഞങ്ങളില്ല എന്നായിരിക്കും എല്ലാവരും എടുക്കുന്നതായിട്ടുള്ള നിലപാട്. അതാണ് ശരി. അവരുമായിട്ടൊരു കളിയും വേണ്ട, അവരായിട്ടൊരു പരിപാടിയും വേണ്ട. മറ്റെല്ലാ മേഖലകളിലും എന്തെല്ലാം നിലപാടാണ് രാഷ്ട്രം സ്വീകരിക്കുന്നത്, അതേ ഒരു സ്ഥിതിയെ കളിയിലും പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ വേറൊന്നെന്ന് പറഞ്ഞാൽ ഈ കളി എന്നതിനപ്പുറം ഇത്തരത്തിൽ നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം നടക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഈ മുഹമ്മദ് അസറുദ്ദീനൊക്കെയുള്ള കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു തമാശയാണ്, ഇന്ത്യയിലുള്ള ചിലർ തന്നെ പാകിസ്ഥാൻ ജയിക്കുകയും വേണം, മുഹമ്മദ് അസറുദ്ദീൻ സെഞ്ചുറി അടിക്കുകയും വേണം. ആ ഒരു ചിന്താഗതിയോടെ നിൽക്കുന്ന പലരും ഇപ്പോഴുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഒരു കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ളൊരു ചാനൽ ഇത്തരത്തിലുള്ള ഈ ആക്രമണം നടന്ന കൊടുത്ത പ്രാധാന്യവും
അല്ലെങ്കിൽ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളും ശ്രദ്ധിച്ചാൽ ഈ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വിഷമകരമായ യാഥാർത്ഥ്യം. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, അത് വളരെ സങ്കുചിതമായിട്ടുള്ള മനസ്സുള്ള ആളുകൾ പുലർത്തുന്ന ഒരുതരം രാഷ്ട്രബോധമാണത്. എന്നുവെച്ചാൽ അവർ സ്വയം പാകിസ്ഥാനിലുള്ള മുസ്ലിങ്ങളുമായിട്ട് അവരെ താതാത്മ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവർ ഇന്ത്യയിൽ താമസിക്കുന്നു, പക്ഷേ അവൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് അവൻ പാകിസ്ഥാന് പകർത്തു കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ വാചകം പ്രസക്തമായിത്തീരുന്നത്. മുസ്ലിം നാമധാരിയായിട്ടുള്ള അസറുദ്ദീൻ സെഞ്ചുറി അടിക്കണം, പക്ഷേ ജയിക്കേണ്ടത് ഇന്ത്യയല്ല പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാൻ ജയിക്കണം, പക്ഷേ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളായിട്ടുള്ള കളിക്കാരും എന്ത് ചെയ്യണം? ജയിക്കണം. എന്ന് വെച്ചാൽ അവൻ്റെ ആത്യന്തികമായ കാഴ്ചപ്പാട് മുസ്ലിം ജയിക്കണം എന്നുള്ളതാണ്, ഇന്ത്യ ജയിക്കണമെന്നല്ല. അത് തകരാറ് പിടിച്ച ഒരു ബോധമാണ്. അത് മാറ്റണം. അത് മാറ്റിയില്ലെങ്കിലുള്ള കുഴപ്പം, ഇന്ത്യക്കകത്ത് തന്നെ അവർ ജീവിക്കുമ്പോൾ അവർ ഇന്ത്യയുടെ ശത്രുക്കളായിട്ട് വിലയിരുത്തപ്പെടും. അതിൻ്റെ അപക്വമായ പ്രതിഫലനങ്ങളാണ് സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ കാണുന്നത്. കുറേ മനുഷ്യർ അങ്ങനെയാണ്. അവർ ശരിയല്ല എന്നുള്ളതാണ്, അവർ ശരിയാക്കാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളതാണ്. അത് മുസ്ലിം മതത്തിൽ മാത്രമാണ് എന്ന് നമ്മൾ കരുതരുത്. എല്ലാ മതത്തിലും ആ തരത്തിലുള്ള കുറേ ഇടുങ്ങിയ മനസ്സുള്ള ആളുകളുണ്ട്. അവരെ നമ്മൾ പറയുന്നത് പിക്മി മൈൻഡഡ് പീപ്പിൾ എന്നാണ് പറയുന്നത്. പിക്മി, വളരെ ചെറിയ മനുഷ്യർ. അതേപോലെ അതിനേക്കാൾ ഇടുങ്ങിയ മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റും. എത്രയോ വിശാല ഹൃദയരായിട്ടുള്ള മുസ്ലിം സുഹൃത്തുക്കൾ, സഹോദരന്മാർ നമുക്കുണ്ട്. അവരുടെ വളരെ മഹാമനസ്കത നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇപ്പോൾ പഹൽഗാം ആക്രമണം നടന്ന സമയത്ത് ഇന്ത്യയിലെ ടൂറിസ്റ്റുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ച ഒരു കുതിരക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾ മുസ്ലിമായിരുന്നു. അപ്പോൾ അയാൾ കാണിക്കുന്ന ആ ഒരു സാഹോദര്യമുണ്ട്. അത് മുസ്ലിമായിരുന്നിട്ട് പോലും അയാൾ അത് കാണിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരിൽ നിന്ന് യഥാർത്ഥത്തിൽ നമ്മൾ അത്തരത്തിലുള്ള വിശാലമായിട്ടുള്ള സൗഹൃദമാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് ഒരു ലോകത്തെ ആഹ്ലാദകരമാക്കി മാറ്റാനായിട്ട് പര്യാപ്തമായിട്ടുള്ളത്. അപ്പോൾ എന്തിനു ക്രിക്കറ്റ് കളിക്കും? നമ്മളെന്തിനാണ് കളിക്കുന്നത്? നമ്മൾ കളിക്കുന്ന ആഹ്ലാദത്തിന് വേണ്ടി കളിക്കുന്നതാണ്. മനുഷ്യൻ്റെ ജീവിതത്തെ പലതരത്തിലേക്കും പല മേഖലയിലേക്കും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് കളി, കല, കായികാഭ്യാസ പ്രകടനങ്ങൾ, സംഗീതം, നൃത്തം, സാഹിത്യം, സാംസ്കാരികമായിട്ടുള്ള മേഖലകളുടെ പ്രവർത്തനങ്ങൾ, പുസ്തകം വായന, പുസ്തകമെഴുത്ത്. അങ്ങനെ മനുഷ്യൻ പല രീതിയിലും അവൻ്റെ ഒരു സെൽഫ് പ്രോസസ്സിനെ എന്നുവെച്ചാൽ അവൻ്റെ ആത്മപ്രക്രിയയെ വികസിപ്പിക്കുകയും അതിനെ നല്ല തോതിൽ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും അതിലൂടെ ആഹ്ലാദം കണ്ടെത്തുകയും ചെയ്യുന്നതായിട്ടുള്ളൊരു പ്രക്രിയ അതിനകത്തുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് തടസ്സമാകുന്ന തരത്തിൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ ഈ രാഷ്ട്രങ്ങൾ തമ്മിലായിട്ടുള്ള ശത്രുതകൾ, അതൊക്കെ വളർന്നു വരുമ്പോൾ നമുക്കതിനെയൊക്കെ പതുക്കെ ഒതുക്കി വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്താൽ മതി. കളി വേണ്ട, തൽക്കാലം ആളുകളുടെ ജീവനാണ് വലുത് എന്ന നിലപാടാണ് നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.